എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, വേറൊരു പാർട്ടിക്ക് വേണ്ടിയേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ. ശരി. ആ സ്വാമി, അതിങ്ങി വന്നേ, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അതെ, എനിക്ക് ചിലത് പറയാനുണ്ട്. നീ പറഞ്ഞോ. ഒരു പെണ്ണിന്റെ ശാപം കൂടി മാണിക്കോത്ത് കുടുംബത്തിന്റെ മേലേക്ക് കൊണ്ടുവരാനുള്ള പുറപ്പാടാണോ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഏത് പെണ്ണിന്റെ? ശാലിനി വിഷ്ണുവിന്റെ. ഓ അങ്ങനെ. ഈ കാര്യം നീ അറിഞ്ഞു ചോദിച്ചാലും അറിയാതെ ചോദിച്ചാലും എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത് എനിക്കായിട്ട് തന്നതൊക്കെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു പെണ്ണിന്റെ ജീവനെ നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ? നമുക്കും ഉണ്ടൊരു മോള്. സമയം കിട്ടുമ്പോ അതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. എടി നിന്റെ ശിവകുഞ്ഞ് വന്നെന്ന് തോന്നുന്നു. അമ്മേ, മോനെ, അച്ഛനെവിടെ? ഇവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കൊള്ളാമല്ലോ. യവൻ ഒരു കാര്യവും സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ നിന്റെ പരാതി. എന്നാ കേട്ടോ, നീ പറയടാ. നേരെ കാര്യത്തിലേക്ക് വരാം. അത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അത് സ്വാഭാവികം. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് ഇത് സമ്മതമല്ല. അതുകൊണ്ട് ഞാനവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാം.